ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഓട്സ് ചപ്പാത്തിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഓട്സ് ഉപ്പുമാവിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്സിന്റെ റെസിപ്പീസിന് ഒരുപാട് റിക്വസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ പലരും എനിക്ക് തോന്നുന്നു കാണണില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തിയും അതുപോലെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഓട്സ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ളൊരു പാനിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എപ്പോഴും റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഓട്സ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഓട്സ് നല്ല ക്രിസ്പി ആയിട്ട് വരണം, അതോടൊപ്പം നല്ലൊരു മണം വരും ഓട്സ് കറക്റ്റായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത്. റോസ്റ്റായി വന്നത് എങ്ങനെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓട്സ് ഒന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കുക. അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരും ക്രിസ്പി ആയിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്ത് വരണം. അതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഓട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴാണ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാമല്ലോ പൊടിച്ചതിന് ശേഷം. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള പൗഡറാക്കിയിട്ട് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ഇത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ഐറ്റംസ് ഈ പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റവയാണ് ചേർക്കുന്നത്. അപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണെങ്കിലും റോസ്റ്റഡ് അല്ലാത്തതാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1/2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി. അതിപ്പോൾ ഏത് ടൈപ്പ് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പുട്ടിൻ്റെ പൊടി എടുക്കണ്ട കേട്ടോ. ബാക്കി ഏത് ടൈപ്പ് വറുത്ത അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല ചെറുതായിട്ട് തന്നെ ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് ഇടരുത്. ഇനി ഒരു തണ്ട് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഐറ്റംസും നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കുക. മല്ലിയിലയൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഈ ഒരു ദോശയ്ക്ക്. അപ്പോൾ മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ചെറിയ സവോള നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തത്. അപ്പോൾ വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ ഒരു സവോളയുടെ പകുതിയൊക്കെ മതിയാവും, ഒരുപാട് അളവിൽ വേണ്ട. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5-6 കാഷ്നട്ട് നല്ല ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം അളവിൽ കായത്തിൻ്റെ പൊടി ചേർക്കുക. അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അത് എന്താ പറയുക, ഒരുപാടായിക്കഴിഞ്ഞാൽ ഈ ദോശയ്ക്ക് കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ദോശയിൽ ശ്രദ്ധിച്ച് ചേർക്കുക. പെട്ടെന്ന് ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്, കാരണം നമ്മളിത് നല്ല ലൂസായിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ പുളിയുള്ള തൈര്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു 2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, 250 ml കപ്പിൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും 250 ml ആ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് കേട്ടോ ഞാൻ പറയണത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഉണ്ടാവരുത്, കറക്റ്റായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 15-20 മിനിറ്റോളം ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ റവയൊക്കെ ഒന്ന് സോക്കായിട്ട് വരും. അതോടൊപ്പം ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു ബാറ്ററിലേക്ക് നന്നായിട്ട് വരും. ഈ മല്ലിയില, കറിവേപ്പില, അതുപോലെ പച്ചമുളക്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ബാറ്റർ ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുപാട് ലൂസാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞു, കണ്ടില്ലേ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു 1/2 കപ്പ് ഓളം അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു റെസിപ്പിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോയാലും അതുപോലെ കുറഞ്ഞു പോയാലും ഈ ഒരു ദോശ പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ലൂസായിട്ട് ഇതുപോലെ ഇരിക്കണം. ഈ മോരിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയില്ലേ, ബട്ടർ മിൽക്കിൻ്റെ, അതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കണത്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇത് ഇനിയിപ്പോൾ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തയ്യാറാക്കി അപ്പോൾ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ തൈര് നിങ്ങളിതിൽ സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വരും. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ എടുത്തിട്ടുണ്ട്. അപ്പോൾ തവയ്ക്ക് എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും ഈ ഒരു ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് നമുക്ക് ഇതുപോലെ ബാറ്റർ കോരി ഒഴിക്കാം. ഇതുപോലെ ഹോൾസ് വരണം. അപ്പോൾ തവയ്ക്ക് ചൂടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഹോൾസ് വരില്ല. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, കുറേശ്ശെ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഗ്യാപ്പുള്ള ഏരിയയിൽ. അപ്പോൾ ഈ ഒരു ദോശ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കുക. അപ്പോഴായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ ഹോൾസ് പോലെ അല്ലാതെ തയ്യാറാക്കുമ്പോൾ അത്രയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് നല്ലെണ്ണ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് വരിക ഈ ഒരു ദോശയ്ക്ക്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ സാധാരണ നമ്മൾ അരി ഉഴുന്ന് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ദോശ ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി അധികം സമയമെടുക്കും ഇത് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. കണ്ടില്ലേ, ഇതുപോലെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരണത് കണ്ടോ. ഇതുപോലെ വന്നു കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കറക്റ്റായിട്ട് കുക്കായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്രിസ്പി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്പി ആക്കി എടുക്കാം. പിന്നെ ഈ ഒരു ദോശ എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെയായിരിക്കും നന്നായിട്ട് തന്നെ വരിക. അടുത്ത ദോശയും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഇപ്പോൾ കറക്റ്റായിട്ട് ഹോൾസ് വരണം എന്നില്ല. തവയുടെ ചൂട് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചൂടില്ലാത്ത തവയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരില്ല. നല്ല ചൂട് തന്നെ വേണം കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ നീർദോശയുടെ റെസിപ്പി ചെയ്തിരുന്നു, അതുപോലെ റവ ദോശയുടെ റെസിപ്പി ചെയ്തിരുന്നു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ. അപ്പോൾ അത് രണ്ടും ഈ ഒരു രീതിയിൽ തന്നെയാണ് ബാറ്റർ നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ അതൊക്കെ ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്, ഇതും നമുക്ക് എടുക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തൈര് നിങ്ങൾ ഇതിൽ ഈ റെസിപ്പിയിൽ സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക. അപ്പോൾ നല്ല ഫ്ലേവറോടുകൂടി തന്നെ വരും. ഒരു പുളിയും അതുപോലെ നല്ലൊരു സ്മെല്ലും ഒക്കെ വരും ഈ ബാറ്ററിന്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വരും. ഞാൻ 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ പുളിയുള്ള തൈര് കേട്ടോ, ഒരുപാട് പുളി വേണ്ട. അപ്പോൾ ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഞാനിനിയിപ്പോൾ ഒരെണ്ണം കൂടി തയ്യാറാക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പാനിൽ, അതായത് തവയിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല. അതിനുശേഷം അടുത്തത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ദോശ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാമല്ലോ, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഈ ദോശ ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും നന്നായിട്ട് വരിക. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ടൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചട്നികളുടെ കൂടെ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല അടിപൊളിയായിരിക്കും. കോക്കനട്ട് ചട്നി അല്ലെങ്കിൽ ഗ്രീൻ ചട്നി, ഗാർലിക് ചട്നി, ഇതൊക്കെ നല്ല അടിപൊളി തന്നെയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അത്രയും നല്ല ഫ്ലേവറോട് കൂടിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണിത്. ഓട്സ് ആണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറവ് ഉണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. റവ ദോശയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ തന്നെയാണ് ഈ ഒരു ദോശയ്ക്കും. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ, കുറച്ച് സമയം എടുക്കും. ഇത് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കട്ടിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ദോശ കറക്റ്റായിട്ട് വരില്ല. ഇത് ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഹോൾസ് ആക്കിയിട്ട് എടുക്കുമ്പോഴായിരിക്കും അത് നല്ല ക്രിസ്പി ആയിട്ട് തിന്നായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ കട്ടിയായി കഴിഞ്ഞാൽ അത്രയ്ക്ക് കഴിക്കാൻ നന്നായിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യാത്ത സമയത്ത് കഴിക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ ആകുമ്പോൾ ദോശ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുമല്ലോ. ബാറ്ററൊക്കെ അരച്ചിട്ട് തയ്യാറാക്കണതൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയമൊക്കെ എടുക്കും തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ദോശ, അതായത് ഓട്സ് ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. നല്ല ഫ്ലേവറോട് കൂടിയ നല്ല അടിപൊളി ദോശയുടെ ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു ദോശ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാം. പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടം ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ എന്താ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.